നമുക്കിന്ന് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മള് എന്താ പഠിച്ചേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമ്പേഴ്സിനെ പറ്റി കുറെ ഡിജിറ്റ്സ്, വലിയ ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് പഠിച്ചു. നമ്പേഴ്സ്, ലാർജ് നമ്പർ ഇൻ പ്രാക്ടീസ്, നമ്മുടെ നോർമൽ ലൈഫിൽ ഈ നമ്പേഴ്സ് എങ്ങനെ വരുന്നതെന്ന് പഠിച്ചു. എസ്റ്റിമേഷൻ പഠിച്ചു. ഇതൊക്കെ പഠിച്ചു. പിന്നെ റോമൻ നമ്പേഴ്സും പഠിച്ചു. ഇനി our second chapter is whole numbers. Do you know what is whole numbers? പൂർണ്ണ സംഖ്യകൾ കേട്ടിട്ടുണ്ടോ? WHOLE, whole numbers. നമ്പേഴ്സിനെ നമുക്ക് കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കുറെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എന്താ ഈ ഹോൾ നമ്പേഴ്സ്? അറിയോ? ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലെ? ഓക്കെ. ഡു യു നോ വാട്ട് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്? എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? കൗണ്ടിങ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലല്ലേ? അല്ലെ? നമ്മൾ എവിടെ ആയാലും നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എണ്ണുന്നുണ്ടെങ്കിൽ, we always start with 1. 1, 2, 3, 4, 5, 6 അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. So these numbers are called counting numbers or natural numbers. There are unlimited natural numbers starting with the smallest natural number 1. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ 1 ആണ് നമുക്കറിയാം. But we don't know what is the greatest natural number. ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. That is, natural numbers are infinity. വേർഡ് കേട്ടിട്ടുണ്ടോ? ഇൻഫിനിറ്റി എന്നുള്ള വേർഡ്. ഇൻഫിനിറ്റി എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ടെക്സ്റ്റിനകത്ത് ഉണ്ടാവില്ല. ഇൻഫിനിറ്റി മീൻസ് നമുക്ക് എണ്ണാൻ പറ്റില്ല, അതായത് അതിന് എൻഡ് ഇല്ല. That has no end. That is infinity. Okay, natural numbers are counting numbers. That means 1, 2, 3, 4, 5, 6 starting with 1. ഇനി എന്താ whole numbers? Same തന്നെയാണ്, but there is slight difference. Natural numbers along with 0 are called whole numbers. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ we start with 0. 0, 1, 2, 3, 4, 5 എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ that numbers are called whole numbers. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ്, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി ആഡ് ചെയ്താൽ that are called whole numbers. 0 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഹോൾ നമ്പേഴ്സ് എന്നും 1 മുതൽ സ്റ്റാർട്ട് ചെയ്താല് നാച്ചുറൽ നമ്പേഴ്സ് എന്നും പറയുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. കൗണ്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും 1 മുതലേ ഉപയോഗിക്കുള്ളൂ. 0 മുതൽ നമ്മൾ ഒരു സാധനവും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല അല്ലെ? ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പെന്നുണ്ട്. ആ പെന്ന് നമ്മൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യോ? Never. We always start with 1. 1, 2, 1 pen, 2 pens, 3 pens അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. So numbers starting with 1 are called natural numbers or counting numbers. Natural numbers ന്റെ
smallest number എന്ന് പറയുന്നത് 1 ആണ്. But we don't know what is the greatest natural number. ഏറ്റവും വലുത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 1ന്റെ തൊട്ട് മുന്നേ 0 കൂടിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ that numbers are called whole numbers. Natural numbers along with 0 are called whole numbers. There are unlimited whole numbers starting with the smallest whole number 0. 0 ആണ് ഏറ്റവും ചെറിയ whole number, but there are unlimited whole numbers. Whole numbers ഏറ്റവും വലുത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, natural numbers പോലെ തന്നെ. Then there are two notes. Every natural number is a whole number. എല്ലാ natural numbersഉം whole numbers ആണ്. ആണല്ലോ. But every whole number is not a natural number. മനസ്സിലാവുന്നല്ലോ? അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഏതൊക്കെയാ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് പറഞ്ഞേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, etc. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇതിന്റെ കൂടെ 0 കൂടി വന്നാൽ that are called whole numbers. Okay. അപ്പോ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ആരാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? അർജുൻ. അർജുൻ, what are you doing there? അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞേ? നാച്ചുറൽ നമ്പേഴ്സ്. പുതിയതായിട്ട് വന്നവർക്ക്, ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു. നമ്മളിപ്പോ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് മീൻസ്, ഒന്നുകൂടി പറഞ്ഞേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ, കുറച്ച് ഒബ്ജക്ട്സിനെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. നമ്മൾ എപ്പോഴും എണ്ണാൻ വേണ്ടി 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, etc. There are unlimited natural numbers. ഏറ്റവും ചെറിയ natural number is 1. The smallest natural number is 1. But we don't know what is the greatest natural number because it is unlimited. Natural numbers unlimited ആയതുകൊണ്ട് ഏറ്റവും വലുത് ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി whole numbers എന്ന് പറഞ്ഞാൽ natural numbers along with 0. Natural numbersന്റെ കൂടെ നമ്മൾ 0 കൂടി ആഡ് ചെയ്താൽ that numbers are called whole numbers. That numbers are called whole numbers. അപ്പോ ഇതെല്ലാം കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? whole numbers എന്ന് പറയുന്നത്.
whole numbers. 1, 2, 3, 4, 5, 6, etc. എന്ന് പറയുന്നത് natural numbers. 0, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് whole numbers. അങ്ങനെയാണെങ്കിൽ all natural numbers are whole numbers. അല്ലെ? എല്ലാ natural numbers-ഉം whole numbers-ന്റെ ഈ വലിയ സ്ക്വയറിനകത്ത് വരുന്നതല്ലേ? അല്ലെ? ഈ വലിയ സ്ക്വയർ എന്ന് പറയുന്നത് whole numbers-ന്റെ സ്ക്വയർ. ബ്ലൂ കളറിലുള്ളത്. ചെറിയ റെക്ടാങ്കിൾ റോസ് കളർ ഉള്ളത് നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. ബട്ട് എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? We cannot say all whole numbers are natural numbers. എന്തുകൊണ്ടാ? ഈ 0 എന്ന് പറയുന്ന നമ്പർ ഈ നാച്ചുറൽ നമ്പറിനകത്ത് വരുന്നില്ലല്ലോ. So all natural numbers are whole numbers. All natural numbers are whole numbers. All natural numbers are whole numbers, but all whole numbers are not natural numbers. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോ. All natural numbers are whole numbers, but all whole numbers are not natural numbers. ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് നോട്ടിൽ ജസ്റ്റ് ഹോൾ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഈ സെന്റൻസ് ഒന്ന് എഴുതി വെക്കാം. നോട്ടിൽ തന്നെ എഴുതി വെച്ചോ. എന്താ ജസ്റ്റസ്? സ്ക്വയർ റെക്ടാങ്കിൾ അതെല്ലാം വരയ്ക്കണ്ടേ? അതതുപോലെ വരച്ചു വെച്ചോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? Natural numbers are all counting numbers. Then whole numbers are natural numbers along with 0. Then every natural number is a whole number. 0 is the only number which is a whole number but not a natural number. 0 എന്ന് പറയുന്നത് whole number ആണ്, but it is not a natural number. Then did you know the words successor and predecessor? കേട്ടിട്ടുണ്ടോ? സക്സസർ പ്രീഡിസസർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഹെവൻ, അർജുൻ, നിജാദ്, ജോന, ജീവ വീഡിയോ ഓൺ ചെയ്തേ. അഫ്രാസ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സക്സസർ ആൻഡ് പ്രീഡിസസർ. Successor means the number obtained by adding 1 to a whole number. നമ്മളൊരു whole numberന്റെ കൂടെ 1 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറിനെയാണ് successor എന്ന് പറയുന്നത്. What is successor? Successor is the number obtained by adding 1 to a whole number. ഒരു ഹോൾ നമ്പറിനോട് കൂടി നമ്മൾ 1 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറിനെയാണ് അതിന്റെ സക്സസർ എന്ന് പറയുന്നത്. അതായത് ഒരു ഹോൾ നമ്പറിന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ, ഒരു ഹോൾ നമ്പറിന്റെ തൊട്ട് നെക്സ്റ്റ് വരുന്ന നമ്പറിനെയാണ് സക്സസർ എന്ന് പറയുന്നത്.
അതെങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? ഏതൊരു ഹോൾ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്താലാണ് അതിന്റെ സക്സസർ കിട്ടുന്നത്. We obtain by adding 1 to a whole number. അപ്പൊ എന്താ സക്സസർ എന്ന് പറഞ്ഞാല് ഒരു ഹോൾ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ സക്സസർ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. Then what is predecessor? Predecessor. Predecessor means the number obtained by subtracting 1 from a whole number other than 0. We know 0 is a whole number, but 0 has no predecessor. 0 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടില്ല. കിട്ടും, but it is not a whole number. 0 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ വേറൊരു നമ്പർ നമുക്ക് കിട്ടും, but that is not a whole number. So, ഏതൊരു ഹോൾ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒബ്റ്റൈൻ ചെയ്യുന്ന നമ്പറിനെയാണ് അതിന്റെ predecessor എന്ന് പറയുന്നത്. That means ഒരു നമ്പറിന് തൊട്ട് മുന്നേ വരുന്ന നമ്പറിനെയാണ് അതിന്റെ predecessor എന്ന് പറയുന്നത്. So successor is the number by obtained by adding 1 to a whole number. Then predecessor of a whole number is the number obtained by subtracting 1 from a whole number other than 0. 0 ൽ നിന്നല്ലാതെ നമ്മൾ ഏതൊരു ഹോൾ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പറിനെ അതിന്റെ predecessor എന്ന് പറയുന്നു. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 26. Successor of a whole number. The number obtained by adding 1 to a whole number is the successor of that whole number. Thus, the successor of 0 is equal to 0 plus 1, 1. 0 ന്റെ successor is 0. Sorry, 1. 0 നോട് 1 ആഡ് ചെയ്താല് 1 കിട്ടും. So, 0 എന്ന് പറയുന്ന whole number successor 1 ആണ്. Next, successor of 1 is 1 plus 1, 2. 1 ന്റെ successor 2. 2 ന്റെ successor 3. 3 ന്റെ successor 4. That means the number just comes after a number is the successor of that number. ഒരു നമ്പറിന് തൊട്ട് ശേഷം വരുന്ന നമ്പറിനെയാണ് അതിന്റെ സക്സസർ എന്ന് പറയുന്നത്. But the predecessor of a number is the number obtained by subtracting 1 from a whole number other than 0. 0 അല്ലാതെ ഏതൊരു ഹോൾ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. That number is called predecessor of that number. അതായത് ഒരു നമ്പറിന് തൊട്ട് മുന്നേ വരുന്ന നമ്പറിനെയാണ് അതിന്റെ predecessor എന്ന് പറയുന്നത്. Thus, the predecessor of 1 is equal to 1 minus 1, 0. Predecessor of 2 is 1. Predecessor of 3 is 2. ഒരു നമ്പറിന് തൊട്ട് മുന്നേ വരുന്ന നമ്പറിനെയാണ് അതിന്റെ predecessor എന്ന് പറയുന്നത്. Then അതിന്റെ ഒരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം. The whole number 0 does not have a predecessor. Predecessor ഇല്ലാത്ത ഒരേ ഒരു whole number 0 ആണ്. Okay, all the whole numbers other than 0 have predecessor which are also whole numbers. 0 ഒഴികെ ബാക്കി എല്ലാ whole numbersനും whole number ആയിട്ട് തന്നെയുള്ള predecessor ഉണ്ട്. Okay, അപ്പൊ നമ്മ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞേ? What is natural number? What is whole number? Then what is successor of a whole number? Then what is predecessor of a whole number? അവിടെ solved examples എന്ന് പറഞ്ഞിട്ട് ഒരു question കൊടുത്തിട്ടുണ്ടോ? അതൊന്ന് നോക്കിയേ. Example 1. Write the successor and predecessor of first one 10,000, second one 99,999, third one 1,08,099.
അപ്പൊ എങ്ങനെയാ അതിന്റെ ഓരോന്നിന്റെയും സക്സസറും പ്രീഡിസസറും കാണുന്നത്? സക്സസർ കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്യാം. പ്രീഡിസസർ കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ, the successor of 10,000 is equal to 10,000 plus 1, 10,001. Predecessor of 10,000 is equal to 10,000 minus 1, 9,999. 10,000 ൽ നിന്ന് 1 മൈനസ് ചെയ്തു. Next, second one, the successor of 99,999. It is equal to 99,999 plus 1, that is equal to 1 lakh. Then the predecessor of 99,999 is equal to that number minus 1. We get the predecessor is 99,998. തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്തു. നെക്സ്റ്റ് തേർഡ് വൺ, the successor of 1,08,099. It is equal to അതിനോട് 1 ആഡ് ചെയ്താൽ 1,08,100. ഇനി അതിന്റെ പ്രീഡിസസർ, അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1,08,098. അപ്പൊ ഏതൊരു നമ്പർ തന്നാലും അതിന്റെ സക്സസറും പ്രീഡിസസറും കണ്ടുപിടിക്കാൻ അതിനോട് 1 ആഡ് ചെയ്യാം, പ്രീഡിസസർ കണ്ടുപിടിക്കാം, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോ എക്സൈസ് 2A കണ്ടോ? പേജ് നമ്പർ 27 കണ്ടോ? അതിനകത്ത് അഞ്ചാമത്തെ ആറാമത്തെയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ടെക്സ്റ്റ് തന്നെ ചെയ്യാം, നോട്ടിലൊന്നും എഴുതണ്ട. പേജ് നമ്പർ 27, എക്സൈസ് 2A, 5th and 6th question. Write the successor of, അവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ആറാമത്തേത് അവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രീഡിസസർ എഴുതണം. അതിന്റെ അടുത്ത് തന്നെ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, നോട്ടിലേക്ക് എഴുതണ്ട. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.